ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2345. ഇന്ന് ജൂൺ മാസം 2-ാം തീയതി 153-ാമത്തെ ദിവസത്തിലെത്തി. പുതിയ അധ്യയന വർഷം ആരംഭിച്ച ആഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങളിൽ കുഞ്ഞുങ്ങളോടും ആചാര്യന്മാരോടും വിദ്യാലയങ്ങളോടും അവരുടെ മാതാപിതാക്കളോടുമൊക്കെ ഒത്തൊന്ന് സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ചില അവസരങ്ങൾ നൽകിയേ മതിയാവും. വീണ്ടും വീണ്ടും അവസരങ്ങൾ അവർക്ക് നൽകിയേ മതിയാവും. ആർക്കാണ്? കുഞ്ഞുങ്ങൾക്കാണ്. ഭൂമിയിലെ വിദ്യാർത്ഥിനികൾക്കാണ്. ഇത് പഠിപ്പിച്ച ആളാണ് യേശു. എല്ലാ അർത്ഥത്തിലും വീണ്ടും വീണ്ടും അവസരം നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ് സുവിശേഷവും വേദപുസ്തകവും ബൈബിളും ഒക്കെ. കുറെ കൂടി അതിനകത്താണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ടാണ് ഇത്തരം ചില മർമ്മങ്ങൾ അറിയാതെയും കാണാതെയും പോകുന്നത്? ആദ്യത്തെ ദൈവാരാധന കായന്റെയും ഹാബേലിന്റെയും ഭാഗത്തു നിന്നായിരുന്നു. അതിനകത്ത് ജയിച്ചവനും തോറ്റവനുമുണ്ട്. തോറ്റവനെ തേടി വന്ന ദൈവത്തെ നമ്മൾ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല. തോറ്റവനെ തേടി വന്ന ദൈവം അവനെ ആശ്വസിപ്പിക്കുകയാണ്. ജയിച്ചവനെ തേടിച്ചെന്ന് അഭിനന്ദിക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം ചെയ്ത കാര്യം തോറ്റവനെ അന്വേഷിക്കുകയായിരുന്നു, സന്ദർശിക്കുകയായിരുന്നു, ആശ്വസിപ്പിക്കുകയായിരുന്നു. അവനോട് ദൈവം പറയുന്നത്, അടുത്ത ഊഴം വരുമ്പോൾ നീ കുറെ കൂടി ഒന്ന് നിന്നെ തന്നെ ഒരുക്കിയെടുത്ത് നീ അർപ്പിക്കുക, എല്ലാം ശരിയാവും. അങ്ങനെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചും ബലപ്പെടുത്തിയും മടങ്ങിപ്പോയ ദൈവം. പക്ഷേ ദിവസങ്ങൾ കഴിയുമ്പോൾ അവൻ അതിലും വലിയൊരു പരാജയത്തില്, അപരാധത്തില് വീണുപോകുന്നു. ആദ്യത്തെ ദൈവാരാധനയിൽ പരാജയപ്പെട്ടു, പിന്തള്ളപ്പെട്ടു എന്നത് മാത്രമായിരുന്നെങ്കിൽ രണ്ടാമത്തെ കർമ്മം അവനെ ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകയാക്കി മാറ്റി. സ്വന്തം ചോരയെ കൊന്നതിന്റെ കുറ്റം അവന്റെ ജീവിതത്തിന് മീതെ വീണു. അപ്പോഴും ദൈവം അവനെ അന്വേഷിച്ചു വരുന്നു. അവനെ അന്വേഷിച്ചു വരുന്ന ദൈവം അവനെ ഒട്ടും വഴക്ക് പറയുന്നില്ല. അവനെ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് നിർത്താനായിട്ട്, ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവനെ ഏതെങ്കിലും വിധത്തിൽ തിരികെ നേടാനായിട്ടുള്ള ദൈവത്തിന്റെ ക്ഷമയോടുള്ള, അതിഭീകരമായ ക്ഷമയോട്, കരുണയോട്, അനുഭാവത്തോടെ, അനുകമ്പയോടെയുള്ള ഒരു ചേർത്ത് നിർത്തലാണ്. നമുക്ക് അധ്യാപകരായി, നമുക്ക് ആചാര്യന്മാരായി, നമുക്ക് മാതാപിതാക്കളായി നമുക്ക് കുഞ്ഞുങ്ങളെ ഒന്നും കൂടി ഒന്ന് ചേർത്ത് പിടിക്കാം. അവരിൽ നിന്ന് നാളെ നല്ലത് പലതും വരാനിരിക്കുന്നു. അവരിലൂടെ നല്ലൊരു തലമുറ രൂപപ്പെടാനിരിക്കുന്നു. അതെ, എൻ്റെ നിങ്ങളുടെയും ഒരു പക്ഷേ നിശബ്ദത കൊണ്ടുള്ളൊരു തിരസ്കാരം പോലും വലിയൊരു തകർച്ചയിലേക്കും പരാജയത്തിലേക്കും ആപത്തിലേക്കുമാവും അവരെ കൂട്ടിക്കൊണ്ടുപോവുക. മറിച്ച് ഒരു ചെറു പുഞ്ചിരി കൊണ്ടുള്ള ഒരു സ്വീകരണം വഴി അവരെ നമുക്ക് വീണ്ടെടുക്കാനായെങ്കിലും പ്രാർത്ഥനയോടുകൂടി. ആമേൻ.